ഗോഡ് ക്രിയേറ്റ്സ് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു. അത് ദൈവത്തിൻ്റെ പ്രൊറോഗേറ്റീവാണ്. ദർശനമില്ലാത്തവൻ നഗ്നനാണ്. മനസ്സിലായി? ദർശനമില്ലാത്തവൻ നഗ്നനാണ്. രക്ഷിക്കപ്പെടാത്തവൻ നഗ്നനാണ്. അപ്പോൾ നമുക്ക് ദർശനമില്ലായ്കൽ, അതായത് ദർശനമില്ലാത്തവന് ഹോപ്പില്ല, പ്രത്യാശയില്ലാത്തവന് എന്തിനാ ജീവിക്കുന്നത്? അറിഞ്ഞുകൂടാ. ദർശനവും പ്രത്യാശയൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ, നിലനിൽക്കുന്നത്. അല്ലാത്തവന് പണി അധ്വാനിക്കും രാവിലെ തൊട്ട്. പക്ഷെ നിൻ്റെ ഗോവേണി ഇവിടെ ഭൂമി കറക്റ്റ് ചെയ്ത, പക്ഷെ മേളി വെച്ചിരിക്കുന്ന അങ്ങേയറ്റം വേണ്ടാത്ത സ്ഥലത്താണ് ചെന്ന് നിൽക്കുന്നത്. അധ്വാനിച്ചത് മുഴുവൻ വെറുതെ. അങ്ങനെ ആർക്കും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അവരുടെ ഗോവേണി നിലത്താണ് വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഇങ്ങപ്പുറത്തോട്ട് മാറ്റി യേശുവിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവെക്കണം. അറിയാതെ നിൻ്റെ സ്ഥലത്ത് തന്നെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ നീതിക്കനുസരിച്ച് നീ പറയുന്നിടത്ത് എത്തിച്ചേരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലേ? ശരിയല്ലേ? കർത്താവ് ഒരു കുരിശ് നാട്ടിയിരിക്കുന്നത് അതിൽ കൂടെ കടക്കാനാണ്. നമ്മുടെ അങ്ങപ്പുറത്ത് ഈ നാരോ പാത്തെങ്കിലും അത് നമ്മുടെ റൈച്വസ്നെസ്സിന് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ ദൈവം നമ്മളെ തലമുറയായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. എപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന ഒരു ദൈവം. അങ്ങനെ അതാണ് എന്നെ റെവല്യൂഷനറൈസ് ചെയ്തത്. ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ കുറ്റം പറയും, അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കുറ്റം കുറേ പറയും, പിന്നെ ബാക്കിയുള്ളവരുടെ കുറ്റം കുറേ പറയും. പക്ഷെ ഒരിക്കലും ഒരു പ്രശ്നമോ സമാധാനമോ പ്രശ്നം പരിഹരിക്കുക സാധ്യത. പിന്നെ എവിടുന്നോ ഞാൻ കേട്ടു ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. അതെൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഈ നങ്കൂരം അട്ടിക്കുന്ന പോലെ അട്ടിച്ചു നിന്നു. ഒരൊറ്റ വാക്യത്തിലാണ് പിന്നെ ഞാൻ വളരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഗോഡ് ഇത്ര ദൈവം നല്ലവനാണ്, പിന്നെന്താ പ്രശ്നം? എനിക്കാ പ്രശ്നം. മാറേണ്ടത് ഞാനാണ്. അതെന്നെ പിടിച്ചു കുലുക്കിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് ദൈവം പഠിപ്പിച്ചെടുത്തതാണ്. ദൈവം പഠിപ്പിക്കാൻ സന്നദ്ധനാണ്. പ്രൊവൈഡഡ് യു ആർ വില്ലിങ്. പിന്നെ ദൈവം പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തികളെ അടിച്ചു പഠിപ്പിക്കും. കേട്ടല്ലോ? ആരും മക്കൾ മാറി കിടക്കുന്നതെന്നും പറഞ്ഞ് വേദനിക്കുന്ന അമ്മമാരോട് ഞാൻ പറയാം, കർത്താവ് തൊടേണ്ടിയപ്പം തൊട്ടാലുണ്ടല്ലോ, നല്ല ഇലക്ട്രിക്യൂട്ട് ചെയ്യുന്ന പോലെ തൊട്ടയച്ച് തിരിച്ചു കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. കർത്താവ് ചെയ്തോളും. അത് അപ്പച്ചനറിയാം. വിട്ടുകൊടുക്കുക ദൈവത്തിന്. എന്നിട്ട് നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കും. അതുകൊണ്ട് ദൈവത്തിന് വിരോധമായിട്ടല്ല, അനുകൂലമായിട്ട് ജീവിക്കുക. യെശയ്യാ 54:2-5 വരെയുള്ള 54. ഇത്രയും വചനങ്ങൾ ദൈവം തന്നു കഴിയുമ്പോൾ ഈ വചനം ഇത്തിരി ഒന്നിച്ചുള്ള റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം നോട്ട് ചെയ്യുന്നത്, കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ഈ വചനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവസാനം അനുഗ്രഹങ്ങളുടെ ഒരു മഴ അങ്ങോട്ട് ചാർത്തിത്തരും. പിന്നെ നമ്മളതങ്ങ് എടുത്താൽ മതി. അത്രമാത്രം ദൈവത്തിന് പ്രീതിയാണ്. കർത്താവിൻ്റെ ആത്മാവ് ദാഹിക്കുകയാണ്. തന്നെക്കുറിച്ച് പറയുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്. സ്വർഗത്തിലെ മീറ്റിംഗ് എല്ലാം നിർത്തിവെച്ച് അപ്പച്ചൻ നമ്മുടെ കൂടെ വന്നിരിക്കും. അനുഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാന്നേ. വൻകാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ചെറിയ കാര്യമല്ല. അവനെ ഏൽപ്പിച്ചൊരു നിൻ്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. അതിന് മുമ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 54. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഒന്നും തടസ്സമല്ല. പ്രസവിക്കാത്ത മച്ചി നീ ഘോഷിച്ചോളാൻ. എന്ത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തുകൊള്ളാൻ, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളേക്കാൾ അധികം. അപ്പം കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എന്തിനാ വേദനിക്കുന്നത്? ഈ ദൈവം വിശ്വസ്തനാ. നിൻ്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിൻ്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിൻ്റെ കയറുകളെ നീട്ടുക. നിൻ്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടതോട്ടും വലതോട്ടും പരക്കും. നിൻ്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിൻ്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിൻ്റെ വൈദവ്യത്തിൻ്റെ നിന്ന നീ ഓർക്കത്തില്ല. നിൻ്റെ സൃഷ്ടാവാകുന്നു നിൻ്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവൻ്റെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു അവൻ്റെ വീണ്ടെടുപ്പ്. സർവ്വഭൂമിയുടെ ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. പിന്നെ അവസാനം പറയുന്നുണ്ട്, അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ച്, എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളു. ക്രോധാധിക്യത്താൽ ഞാൻ നിന്നെ ക്ഷണത്തേരത്തേക്ക് മറന്നു, എങ്കിലും ഞാൻ നിന്നോട് കരുണ കാണിക്കും.
അത് കഴിഞ്ഞിട്ട് ഈ 54 വരുമ്പോഴത്തേക്ക് കർത്താവ് അങ്ങോട്ട് സ്വർഗ ഭണ്ഡാരം അങ്ങോട്ട് തുറന്നിട്ട് ഈ ദൈവം അനുഗ്രഹം ചൊരിയുമ്പോൾ അതിനളവില്ല. അതിങ്ങനെ ഈ ചെങ്കടൽ 2 മുറിഞ്ഞെന്നൊക്കെ പറയുമ്പോഴേ മാറുക എന്ന് പറയുമ്പോൾ 1 മൈലൊന്നുമല്ല, 10 മൈൽ വീതിയിലായിരിക്കണം അത് മാറിയത്. അല്ലെ അങ്ങനെ ഇത്രയും പേര് 20 ലക്ഷം ആളുകൾ ഒരു രാത്രി കൊണ്ട് അപ്പുറത്ത് പോയത് ചെറുതാണ് അല്ല. Because he is the God who creates everything, who tells the sea to stop there, come back, everything. സൂര്യനെ അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്ന ആരാ? നേരത്തെ വായിച്ചില്ലായിരുന്നു. സൂര്യചന്ദ്രനെ അതിന് ഏത് അച്ചുതണ്ടിലാണ് അതിലെ നിർത്തുന്നത്? ആ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുമ്പോഴും ദൈവത്തിന് എന്തൊരു സാധ്യത പറയുന്നത് എന്താണ്? ഭയപ്പെടണ്ട. ഈ 54:13 തൊട്ടുള്ള വാക്യം എല്ലാ മക്കളെ അനുഗ്രഹിക്കാൻ പറ്റിയതാണ്. നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. മക്കളുടെ പേര് വെച്ച് പറയാം. കർത്താവേ, നമ്മുടെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നമ്മുടെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കുന്നു. ആമേൻ. മുദ്രയുടെ രക്തം കൊണ്ട് നീതിയോടെ സ്ഥിരമായിട്ട് നിൽക്കും, പീഡനത്തോടെ അകന്നിരിക്കുന്നു. നിനക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരത്തില്ല. എന്ത് പേടിക്കാനാണെന്ന് ദൈവമല്ലേ പറയുന്നത്. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. അല്ല, ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിൻ്റെ നിമിത്തം വീഴും. അതെ, പലപ്പോഴും ഞങ്ങൾ ആരെങ്കിലും നമുക്കെതിരായിട്ട് ഉതയ്ക്കാൻ വന്ന അവൻ്റെ നാശമായി. അത്ര ചിന്തിച്ച് നോക്കി. അത് വേറെങ്ങും കണ്ടില്ല, അവൻ നമ്മുടെ അടുക്ക ഒന്ന് ഉതയ്ക്കും, ഒന്നും മിണ്ടണ്ട, തീർന്ന അവൻ്റെ കാലം. ചില സന്ദർഭങ്ങളിൽ ദൈവം ശക്തമായിട്ട് ദുഷ്ടനെ മാറ്റും നമ്മൾ കാണും. ജാതികളെ നിനക്ക് പോരെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഷ്ടം. 2018 ആർക്കോ വേണ്ടി അമേരിക്കയിൽ പോയി പ്രാർത്ഥിച്ചു വന്നു. എൻ്റെ പൊന്നെ, 2-3 ജനുവരി തൊട്ട് മെയ് മാസം വരെ ഞാൻ നോർമലല്ലായിരുന്നു. നമുക്കറിയാം, നമ്മൾ ആ ദിവസം ഒരു വാക്യം വായിക്കും, 2 നെഗറ്റീവ് തോട്ട്സ് കയറും. ബസ്സിൽ കയറാൻ പേടി, കാറിൽ കയറാൻ പേടി, ട്രെയിനിൽ കയറാൻ പേടി, പിന്നെന്താ എപ്പോഴും ഇരുന്ന് കരയും. ഞാനല്ലാതായി മാറി. അപ്പോൾ ആ കൊച്ചിനുള്ള ബന്ധനം നമുക്കിവിടെ. ആ കുട്ടിക്ക് അന്നേരം ആ കുട്ടിക്ക് സൗഖ്യം കിട്ടി, പക്ഷെ നമ്മൾ കിടന്ന് വഹിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ ആർക്കും വേണ്ടി അത്രയും ശക്തിയായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ശക്തിയായിട്ടല്ല, അന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൽ അന്നേരം എനിക്ക് ഭയം കയറി, എനിക്ക് മനസ്സിലായത്. അപ്പം ഭയം കൊണ്ട് പിശാച് കയറുന്നുണ്ട്. ഭയപ്പെടുത്തിയ എന്നെ എന്തോ പടി. അത് കഴിഞ്ഞിട്ട് പ്രശ്നം മാറി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വലുതായി, ഞാൻ ആത്മാവിൽ ബലപ്പെട്ടു. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ചത് നമുക്കെതിരായിട്ട് ഒരായുധം നിൽക്കത്തില്ലെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഒരുത്തൻ എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് പ്രശ്നമുള്ളപ്പം കർത്താവ് എന്നെ ആ സമയത്ത് ഞാൻ താമസിച്ചെടുത്തു നിന്ന് മാറ്റി നിർത്തിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയുടെ ചീഫ് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനെ മേളിൽ കയറി അവിടുന്ന് കിടോന്ന് താഴെ വീണ് 5 മിനിറ്റ് കൊണ്ട് മരിച്ചുപോയി. ജാതികളെ എടുത്ത് ദൈവം. അതോടെ എനിക്ക് മനസ്സിലായി എന്നിലുള്ള ബന്ധനം അഴിഞ്ഞത്. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകൂല ആർക്കും, പക്ഷെ ഇത് സത്യങ്ങളാണ്. അനുഭവിക്കുന്നവർക്കറിയാം. ദൈവം നമുക്കെതിരായിട്ട് വരുന്ന ശത്രുവിനെ അടിച്ചു മാറ്റുന്നത് കണ്ടുപഠിക്കണം. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നെങ്കിൽ അത് നിൻ്റെ ഹിതപ്രകാരം. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവ നിൻ്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാനാ സൃഷ്ടിച്ചിരിക്കുന്നത്, നാശിപ്പിപ്പാൻ സംഹാരനെ ഞാൻ സൃഷ്ടിച്ചിരിക്കും. ദൈവം അറിയാം ഒന്നും വരത്തില്ലെന്ന്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ഫലിക്കത്തില്ല. നമുക്കെതിരായിട്ട് വരുന്ന ഒരായുധം ഫലിക്കത്തില്ല. ഇൻ ഇറ്റ്സ് കൺസെപ്ഷൻ ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ്. ന്യായവിസ്താരം നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചു. ദൈവമക്കൾക്കൊരു നീതിയുണ്ട്, ദൈവമക്കൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. അത് ഈ ലോകത്തിലും കിട്ടും, സ്വർലോകത്തിലും കിട്ടും. അനേക കിരീടങ്ങളാണ് അനേക മക്കളുടെ തലയിൽ ഈ ഒരു വചനം കൊണ്ടുവന്ന് വീഴും. നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവം കടന്നു വന്ന് അവൻ്റെ ശാശ്വത ഭുജം ഉയർത്തി തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ വലിയവനായിട്ട് കൂടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുക തന്നെയല്ല, നമുക്കെതിരായിട്ട് വരുന്ന ശത്രുക്കളെ, നമ്മുടെ തലമുറകൾക്കെതിരായിട്ട് വരുന്ന ശത്രുക്കൾ സംഹാരദൂതനെ അടിച്ചു മാറ്റി നമുക്കെതിരായിട്ട് വരുന്നവനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു ദൈവം, ഒരു സിംഹം പോലെ ഗർജിക്കുന്ന ദൈവം എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് പോയി ചെങ്കടൽ കടന്നപ്പോൾ
കർത്താവ് 20 ലക്ഷം ആളുകൾ സമുദ്രത്തിൻ്റെ നടുക്കൂടെ അപ്പുറത്ത് കടന്നു. അതേസമയം ആ സമുദ്രത്തിനകത്തൂടെ തന്നെ മിസ്രൈംകാർ ഫറോയും കൂട്ടനും കടന്നു വന്നപ്പോൾ അതേ വെള്ളം മാറി നിന്ന മിഥ്യ പോലും തിരിച്ചു വന്ന് അവരെ നശിപ്പിച്ചു. ഒരേ വെള്ളത്തിന് ദൈവജനതയ്ക്ക് പ്രയോജനവും അതേ വെള്ളം ദുഷ്ടനെ നശിപ്പിക്കുകയും ചെയ്തു. ഇടിമിന്നലയക്കുമ്പം ദൈവമക്കൾക്ക് വെളിച്ചവും ദുഷ്ടന് തീയായിട്ടും മാറുന്നുണ്ട്. ഇതൊക്കെ നിനക്കല്ലേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദൈവമേ, നീ വലിയവൻ തന്നെ. തലമുറകളെ വഴിതെറ്റി നടക്കുന്നവരെ പോലും നിൻ്റെ ശാശ്വതമായ ഭുജത്തിനകത്ത് കർത്താവിൻ്റെ അങ്കിക്കകത്ത് സൂക്ഷിച്ച് അവരെ നേർവഴിക്ക് പഠിപ്പിച്ച് നീ അവരെ വേലികെട്ടി നിൻ്റെ വചനം പഠിപ്പിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നു. തലമുറകളുടെ ദൈവമെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പച്ചൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ സെലിബ്രേറ്റ് ദ ഗുഡ്നെസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ നന്മകളെ സന്തോഷിക്കാൻ പഠിപ്പിച്ചു. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.